മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഓ ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം, അതിൽ തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, വടക്കിനിക്കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനീട്ടം ഓർമ്മയുണ്ടോ. വടക്കിനിക്കോലായിൽ വിഷുവിന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതറിയാതെയായിരുന്നു അവരുടെ പ്രണയം. അതാണ് ആ വിളക്ക് പോലും അറിയാതെ ഞാൻ തന്ന കൈനീട്ടം. അതെ അതെ, ആയിരിക്കല്ലോ, ഇരുട്ടിലായിരിക്കും. പിന്നെ ഇരുട്ടത്ത് എന്ത് കൈനീട്ടം കൊടുത്തു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം, നമ്മുടെ ഭാവന. അവരവർക്ക് അവരവരുടേതായ അനുഭവങ്ങൾ ഉണ്ടാവും. ഇഷ്ടംപോലെ പറയാം. അമ്മമാരാണെങ്കിൽ പൊൻപണാന്നൊക്കെ പറയും, കാമുകനാണെങ്കിൽ ഉറപ്പാ ഒരു ചുമ്മനാണെന്ന് പറയും. കിട്ടിയ തരത്തിന് സാറ് സംഗീത സംവിധാനം ചെയ്ത കുറേ സിനിമകളാണ്. അതില് എനിക്ക് രസമുള്ളൊരു പാട്ടെന്ന് പറയുന്നത് ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആ, ഉദയപുരം സുൽത്താൻ. നിന്റെ കുപ്പിവള കിലുക്കം, അപ്പൊ ഒരു കിലുക്കൊണ്ട് കൊഞ്ചുന്ന താളത്തിൽ ശൃംഗാരമോതുവാൻ എനിക്ക് മോഹം. അപ്പൊ അവിടെ നിന്ന് മോഹങ്ങൾ 100 മോഹങ്ങൾ എന്ന് പറയുന്ന സാധനമില്ലേ, അതിന്റെ ആ ഒരു ടെമ്പോ ഇല്ലേ സാറേ, ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആ സാധനം അതൊരു പഴയ ശൈലി. ആ, അത് മ്യൂസിക് ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സിലൊരു എന്തായിരുന്നു, ചെയ്തു കഴിയുമ്പോൾ ഒരു ഹർഷം എന്തായിരുന്നു? അതുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു താളം തന്നെ ഞാൻ മനസ്സിലാലോചിച്ചത്. ഒരു നാടോടി എൻ്റെ ചുറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെയാണ്, അറിയില്ലേ ഇത്? ആ മന്ദാരക്കടവുണ്ട് ശരിക്കും, ആറാട്ടുപുഴ. ഓ, ശരിക്കും മന്ദാരക്കടവുണ്ട്. ഓ, അതാണ് ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോകുന്നൊരു രണ്ടർത്ഥമുണ്ടല്ലോ. ആ ഓളം, പിന്നെ പൊന്നു പോലെ പൊന്നോളം പോകുന്നൊരു തമ്പുരാട്ടി. ഈ ഓളം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നീലരാവിൽ ഇന്നും നിന്റെ താരഹാരം ഇളകി. അപ്പം ആ രാവിലെ ശരിക്കും ഓളങ്ങൾ ഇങ്ങനെ പോയതാണോ സാറ്, താരഹാരം എന്നുള്ള രീതി? അങ്ങനെ ആയിരിക്കാം. മറ്റേ പിന്നെ താരം നക്ഷത്രങ്ങളുണ്ട്, ഓളം ഇങ്ങനെ 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 വെട്ടി വെട്ടി പോകുമ്പോൾ ഹാരം പോലെ ആ ഓളത്തിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ പിടിപ്പിക്കും. ഇതിന് രാത്രിയെ പറ്റി പറയുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കുമാരനാശൻ. താരഹാരം ഇരുളാം കചം വിധുസ്തേഹവത് വക്ത്രം യുവപൂണ്ട രാത്രി. താരഹാരം ഇരുളാം കച്ചം, ഇരുളായ മുടി, വിധുസ്മേര വക്ത്രം ചന്ദ്രന്റെ മുഖം, യുവപൂണ്ട രാത്രി. അങ്ങനെയുണ്ട്, താരഹാരം തന്നെ പറയാം. രണ്ട് രീതിയിലും പറയാം. ഞാൻ ശരിക്കും ഈ ഓളത്തിലാണ് കണ്ടത്. അപ്പം എന്തായിരിക്കും അങ്ങനെ ഇളകിയത് എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ അങ്ങനെ നക്ഷത്രത്തിന് ചെറിയൊരു കുഞ്ഞുറക്കത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആകാശദീപം ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഞാൻ സങ്കല്പിച്ചതുപോലെയല്ല, സാറ് പറഞ്ഞത് കുഞ്ഞുറക്കം, ചെറിയ ഉറക്കം. അതാണ് കുട്ടികൾ ഇടയ്ക്ക് ഞെട്ടും വീണ്ടും ഉണരും പോലെ. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത് ദൂരെയാണല്ലോ നക്ഷത്രങ്ങളെ കാണുന്നത്, വലുതാണെങ്കിലും നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതാണല്ലോ, അപ്പൊ കുഞ്ഞായിട്ട് ആണ് നമ്മളത് കരുതുന്നത്. സത്യത്തിൽ കുഞ്ഞുറക്കമാണ്. ക്ഷണക്കത്തിലെ എല്ലാ പാട്ടുകളും മംഗളങ്ങളരുളും സത്യമായിട്ട്. കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രേമിക്കുന്ന രണ്ട് കുട്ടികൾ ചോദിക്കുന്ന അതെല്ലാം ഉണ്ട്. കിളി പാടുന്നത് അപരാധമായോ, അമ്മയോടും അച്ഛനോടും ഓരോ ചോദിക്കാൻ വേണം ഇത്, അല്ലേ? ഈ രാത്രിയിൽ പ്രണയം തുളുമ്പുന്ന രാത്രിയിൽ കിളി പാടുന്നത് അപരാധമാണോ? ശരിക്കത് ഭയങ്കര സംഭവം. അത് ട്യൂൺ എഴുതിയാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. ട്യൂൺ എഴുതിയ അത്ര വന്നപ്പോൾ സിമ്പിളായിട്ട് വന്നു. അയാളൊരു ഭയങ്കര ജീനിയസാണ് അണ്ണാച്ചി. അതെ, അണ്ണാച്ചിയാണ്. സാഗരം സാക്ഷിയിൽ 2-3 പാട്ടുണ്ട്. ഞാൻ ഇന്നും ആലോചിച്ചു സാഗരം സാക്ഷി ഒരു പാട്ട്. നീലാകാശം തിലകക്കുറി ചാർത്തിയ നാടൻ പെണ്ണ്, തിലകക്കുറി ചാർത്തിയ നാടൻ പെണ്ണ് ഒരിക്കലുണ്ട്, രണ്ടാമത് ചാർത്തി ഒരുങ്ങിയ പെണ്ണ്. അതെ, നല്ല രസം. ഭയങ്കര രസമല്ലേ? അതന്നെ ആകാശം തിലകക്കുറി ചാർത്തി ഒരുങ്ങിയ പെണ്ണ് മേലെ കാവിൽ സന്ധ്യ. അതെ, താന താന ഇതില് ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ. അതെ അതെ. ഓ, രസമല്ലേ? സാറ് നന്നായിട്ട് ചെയ്യും. സാഗരം സാക്ഷിയിലെ വേറൊരു രസമുള്ള പാട്ടാണ് കരയാതെ കണ്ണുറങ്ങ്, അതിര കുഞ്ഞുറങ്ങ്. അതും ഒരു താരാട്ട് ഗണത്തിൽ. പിന്നെ സൂപ്പർ താരാട്ടം. പിന്നെ ശ്യാമസന്ധ്യ സൂര്യനെവിടെ, ശ്യാമസന്ധ്യ സൂര്യനെവിടെ, രസമുള്ള പാട്ട്. വിജയ് തമ്പിയുടെ ഒരു പടം കീരവാണി,
ഞാൻ ചെയ്തിട്ടൊരു പാട്ട്, സൂര്യമാനസം. സൂര്യമാനസം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. വഴിയറിയാതെ ഇതുമ്പിയോ മേഘനമ്പരം. അതിങ്ങനെ യാത്രയാണ് ഇങ്ങനെ. ദൂരയായൻ തീരമില്ലയോ, ആ ട്യൂണിന് കൃത്യതയാണ്. ദൂരയായൻ തീരമില്ലയോ. എസ് എ രാജ്കുമാർ സാറുമായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഒരു പടം, അത് ഉഗ്രപാട്ടുണ്ടായിരുന്നു. അതില് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണി ജീവിതവേഷം. ആ പാട്ട് എഴുതിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളെ, ഇനിയിപ്പോൾ ഞാനെന്താ എഴുതേണ്ടിരുന്നത്, ആ സ്ക്രിപ്റ്റ് മുഴുവനായിരുന്നു. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ ഞാൻ അറിയാതെ ആടുകയാണ് ഈ ജീവിതവേഷം, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിതവേഷം. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, ആടിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെയാ ശരിക്കും. പിന്നെ നമ്മളെയൊക്കെ ജീവിതവേഷമായിരുന്നു. ഹരിഹരൻ മാഷിൻ്റെ MT പടമുണ്ട്, അതിൽ ഞാൻ ചെയ്തൊരു പാർവണപ്പാൽ മഴ പെയ്തൊഴു പാലപ്പൂ മണപ്പുഴയൊഴുകും. ഗന്ധർവനെ പോലെയാണ്, ഒരു യക്ഷിയുടെ ഇതല്ലേ. പാലയിൽ 100 നില മാളിക പണിഞ്ഞു തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അതെ, എന്ന് സ്വന്തം ജാനകിക്കുട്ടിയല്ലേ. അതെ, വേറൊരു പാട്ടും കൂടെ ആയിട്ടുണ്ട്, ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. അതും ഭയങ്കര സംഭവം, അതിന് വിഷയമാണ്. ഇല്ല, ആ ജാനകിക്കുട്ടിയുടെ മനസ്സുണ്ട്, മനസ്സാണ്. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. ഈ കളിയാട്ടത്തിൽ 2 തരം പാട്ടുകൾ ഉണ്ടായിരുന്നു, ഫെസ്റ്റിവൽ സോങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളെ കുങ്കുമമിട്ട കവിൾത്തടമോടെ. അങ്ങനെ കാൽത്തള കൊഞ്ചിയ നാളം പോലെ കണ്ണേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. രസമുള്ള പാട്ടാണ്. അത് നിർത്തിയിട്ട് തിരുവാതിരയിൽ ശ്രീ പാർവതിയായി എന്ന് പാടുന്നില്ല, ആ സാധനമൊക്കെ ഭയങ്കര രസമാണ്. അതെങ്ങനെയാണ് ചേഞ്ച് ഓവർ സാറിന്റെ മനസ്സിൽ വന്നത് മ്യൂസിക് ചെയ്യുമ്പോൾ? ശരിക്കും മറ്റേത് പഴയ കീർത്തനത്തിന്റെ ഒരു ശായല്ല തുടങ്ങിയത്. ഒറിജിനൽ കീർത്തനം വെക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ അത് വേണ്ട, നമുക്ക് മാറ്റി ചെയ്യാറ്. അതിൽ ഇറുക്കം കൊടുത്തു. പഴയതാണ്, ഓൾഡ് നമുക്ക് അധികാരമുള്ളതാണ്, അവകാശമൊന്നുമില്ല ആർക്കും, പഴയതാണ്. അങ്ങനെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തനതാന്ന് ഇങ്ങനെ മാറ്റി. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തു. മറ്റേത് ഫാസ്റ്റായിട്ട് പോകുമ്പോൾ കട്ട് ചെയ്തിട്ട് തിരുവാതിരയിൽ പെണ്ണേ നീരാത്രി എന്തിനു വന്നു ക്ഷേമംഗലയായി. നല്ല ലിറിക്കുമാണ്, നല്ല രസം. അതിൽ ചെറിയൊരു വിമർശനം കൂടെ വന്നിരുന്നു, അണിമൈ നിറയെ അലങ്കാരവുമായി. അണിമൈ എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങിയ മെയ്യാണെന്നും അതിൽ പിന്നെ അലങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു. അല്ല, അണിയുന്നത് ഭംഗി അണിമൈ എന്നുള്ളതിന് അറിയാനത്ത് അണിയെന്നുള്ളതിന് ഭംഗി എന്ന് അർത്ഥമുണ്ട്, അണിഞ്ഞത് മാത്രമല്ല. അണിമൈ എന്ന് പറയും, ഭംഗിയുള്ള മെയ്, അതിൽ അലങ്കാരം ഇത്രേ ഉള്ളൂ. അപ്പൊ ശരിയാണ്. അണിമൈ എന്നുള്ളതിന് ഭംഗി എന്ന് അർത്ഥമുണ്ട്. എന്നോടെന്തിനീ പിണക്കം, അത് അന്ന് ആഘോഷിച്ച പാട്ടാണ്, ആസാദ്യ പാട്ട്. അത് അത്രയും സ്ലോ പാട്ട്. അതെ, വിചാരിച്ചില്ല അങ്ങനെ ഒരു പാട്ട് ഇത്രയും അക്സെപ്റ്റൻസ് ഉണ്ടാവും. ശരി, അത് ഒന്ന് ഭാവനയുടെ ഒരു ചേഞ്ച് ആയിട്ടുള്ള വോയിസാണ്, ചിത്രയുടെ ചേഞ്ച് ആയിട്ടുള്ള വോയിസാണ്. അതാണ് എടുക്കാനും കാരണം, ജയൻ എടുക്കാനും കാരണം അതാണ്. പാടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നന്നായി പാടുകയുള്ളു. എൻ്റെ വൈഫിൻ്റെ അനീതിയായിട്ട് വരും, അത്ര കുട്ടിക്കാലത്തെ സ്ഥലമായി പാടുന്നതാണ്. അവളെ അച്ഛനാണ് എന്നോട് ആദ്യം ദാമോദരനൊരു മ്യൂസിക് ഡയറക്ടറാവും എന്ന് പറഞ്ഞ അവളുടെ അച്ഛനാണ്. പുള്ളി മ്യൂസിക്കിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ ഒരെണ്ണം കൊടുക്കാൻ തീരുമാനിച്ചു. അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഒക്കെ ഈ പറഞ്ഞ പോലെ പടവും ഹിറ്റായി, പാട്ട് സൂപ്പർ ഹിറ്റായി, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോഴേക്കും അത് ടോപ്പായി, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടായി മാറി. അതാണ് അതിൽ ഈ ജയരാന്
ഞാൻ പാടിക്കേട്ട അത് ഇഷ്ടമായാലും അത് മാത്രം അനങ്ങാൻ പ്രശ്നം വയ്ക്കില്ല. ആ. അതിൽ ദാസരനെ പാടുമ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തി. എന്നോട് പറഞ്ഞു, മോനെ അത് അനപല്ലവിൽ രാഗം ഇങ്ങനെ മാറുന്നതിന് കണ്ണെഴുതിയൊരുങ്ങി എന്നും വൽക്കണ്ണാടി നോക്കി പൊൻകിനാവിന്നൂഞ്ഞാലിൽ, അതാണ് ഭാവന പാടിയത്. പൊൻകിനാവിന്നൂഞ്ഞാലിൽ എന്തേ നീ മാത്രമാടാൻ വന്നില്ല. അതിൽ ദാസനെ മാറ്റി പാടിയില്ലേ?